ഹലോ ഹായ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എൻ്റെ എൻഗേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഷോപ്പിങ്സും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും ഒക്കെ ഉള്ളൊരു വ്ളോഗാണ് ഇന്ന്. ആദ്യം നമ്മൾ പോയത് എംലോഫ് ചങ്ങനാശ്ശേരിയിലാണ്. അവിടുന്ന് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അവിടെ ചെന്നപ്പോൾ മെറ്റീരിയലായിട്ട് കിട്ടില്ല എന്നറിഞ്ഞു. അങ്ങനെ നമ്മൾ ചുമ്മാ സാരിയുടെ സെക്ഷനൊക്കെ നോക്കി. വീട്ടിൽ അമ്മയ്ക്ക് കുറച്ച് സാരിയൊക്കെ എടുത്തു. ഇവിടുത്തെ കസ്റ്റമർ സർവീസ് നമ്മൾ എടുത്ത് പറയണം, കാരണം അത്ര തിരക്കുള്ള ദിവസമാണ് നമ്മൾ പോയതെങ്കിലും നമ്മുടെ ഷോപ്പിംഗ് പെട്ടെന്നാണ് കഴിഞ്ഞത്. അവിടെ വരെ പോയ സ്ഥിതിക്ക് നമ്മൾ എംലോഫ്റ്റിലെ ബ്രൈഡൽ സാരി സെക്ഷനും കൂടി കണ്ടിട്ടാണ് ഇറങ്ങിയത്. അവിടുന്ന് സ്ട്രെയിറ്റ് കോട്ടയം ഷീമാട്ടിയിൽ പോയി അച്ഛന് ഷർട്ടും എനിക്കുള്ള ഡ്രസ്സിൻ്റെ സെലക്ഷൻ തുടങ്ങി. അവിടെ എത്തിയപ്പോൾ ഞാൻ ഫുൾ കൺഫ്യൂസ്ഡായി, കാരണം അതുപോലെ അവിടെ കളക്ഷനുണ്ട്. സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്, പാർട്ടി വിയർ, ഫോർമൽ വിയർ, അതുപോലെ തന്നെ ഹൽദി, മെഹന്തി, അങ്ങനെ എല്ലാ ഫംഗ്ഷനും സ്യൂട്ടാവുന്ന ഡ്രസ്സ് അവിടെ അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങളുടെ ബഡ്ജറ്റ് മിനിമം ബഡ്ജറ്റ് അണ്ടർ 5K ആണെന്നുണ്ടെങ്കിൽ ഷീമാട്ടി വുഡ് ബി എ ഗ്രേറ്റ് ചോയ്സ് ഫോർ യു. അതല്ല നിങ്ങൾ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത്ര നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അത്ര ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള സാധനം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഐ എം നോട്ട് ഷുവർ. നിങ്ങളത് പോയി തന്നെ നോക്കണം. ഞാൻ കണ്ടില്ല, അതേ ഉള്ളൂ. ഞാൻ അതുപോലെ ഒരുപാട് ഡ്രസ്സൊന്നും ട്രയൽ ചെയ്ത് നോക്കിയിട്ടില്ല. ആകെ 2 ഡ്രസ്സേ ട്രയൽ ചെയ്ത് നോക്കിയുള്ളൂ. ഇതായിരുന്നു ഫസ്റ്റ് വൺ. കളർ വൈസ് ഇഷ്ടപ്പെട്ടെങ്കിലും വർക്ക് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതായിരുന്നു ഞാൻ ഫൈനലായിട്ട് എടുത്ത എൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ എൻഗേജ്മെൻറ്റ് ഔട്ട്ഫിറ്റ് ഇതാണ്. എല്ലാവർക്കും കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. രസമുണ്ടല്ലേ? അങ്ങനെ ഡ്രസ്സിൻ്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിലാണ്. അവിടുത്തെ കളക്ഷൻ നോക്കി നമ്മുടെ ഡ്രസ്സിന് സ്യൂട്ടായിട്ടുള്ളൊരു മാല എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ കുറേ നോക്കിയതിന് ശേഷം ഇതാണ് ഞാൻ എടുത്ത മാല. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കോച്ചിക്ക് വാങ്ങിച്ച ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കി. അവൻ എന്തായാലും കറക്റ്റ് ഫിറ്റായിരുന്നു അത്. അതും കഴിഞ്ഞ് നേരെ ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ പോയി. തലേദിവസമായപ്പോൾ ഞാനും അച്ഛനും കൂടി ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ട് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എന്തായാലും നോക്കി. സദ്യയുടെ അവിടെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിരുന്നു. ഞങ്ങൾ പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇനി എൻഗേജ്മെൻറ്റ് വീഡിയോ പാർട്ട് 2 കാണാം.